സോയിലിൽ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പെഡോളജിയും അതുപോലെ ഫിസിക്സും കെമിസ്ട്രിയും അതായത് മേജർ പോർഷൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ചെറിയ ചെറിയ ടോപ്പിക്സ് ആണ്. അതിൽ തന്നെ സോയിൽ ഫെർട്ടിലിറ്റി അഗ്രോണമി ക്ലാസ്സിലായിരിക്കും കവർ ചെയ്യുക. കാരണം നമ്മുടെ പണ്ടത്തെ ഒരു സിലബസ് വെച്ചിട്ട് അഗ്രോണമിയിൽ ആയിരിക്കും. അപ്പോൾ ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൻ്റെ കൂടെ ലാസ്റ്റ് PYQസിൻ്റെ കൂടെ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് മാത്രം ഡിസ്കസ് ചെയ്യുന്ന സെഷനിൽ നമുക്ക് കുറച്ചും കൂടി ഫെർട്ടിലിറ്റിയുടെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഓൾമോസ്റ്റ് കുറേ പോർഷൻസ് അഗ്രോണമിയിൽ അത് കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ പോർഷനിലേക്ക് പോകുന്നില്ല. ഇന്ന് നമുക്കിനി പ്രോബ്ലം സോയിൽസും സബ്മർജ്ഡ് സോയിൽസും സോയിൽ സർവേയുടെ ഒരു റിവിഷൻ ക്ലാസ് ആണ്. ഇപ്പോൾ പ്രോബ്ലം സോയിൽ എന്ന് പറഞ്ഞാൽ മേജറായിട്ട് നമ്മൾ ഒരു സോയിലിനെ പ്രോബ്ലം സോയിൽ എന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് പ്രാക്ടീസ് അവിടെ അഡോപ്റ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ അങ്ങനത്തെ സോയിലിനെയാണ് നമ്മൾ ജനറലി പ്രോബ്ലം സോയിൽസ് എന്ന് പറയുന്നത്. അപ്പം പ്രോബ്ലം സോയിൽസിൽ മേജറായിട്ട് നമ്മുടെ ഇതിൽ വരുന്ന ഒന്നാണ് ആസിഡ് സോയിലും ആൽക്കലൈൻ സോയിലും. ഓക്കെ, ഈ ആസിഡ് സോയിലാണ് ഫസ്റ്റ് പറയുന്നത്. ഈ ആസിഡ് സോയിൽ അല്ലെങ്കിൽ ആസിഡ് ആണോ ആൽക്കലൈൻ ആണോ നമ്മൾ എങ്ങനെ തിരിച്ചറിയുക? യൂഷ്വലി pH വെച്ചിട്ടാണ്. pH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ലോഗ് ഓഫ് നെഗറ്റീവ് ലോഗരിതം ഓഫ് H+ അയോൺ കോൺസെൻട്രേഷൻ, അതാണ് pH എന്ന് പറയുന്നത്. ഇപ്പൊ സപ്പോസ് നമുക്കൊരു ക്വസ്റ്റ്യനിൽ ചോദിക്കുകയാണ് H+ എന്ന ഞങ്ങൾ ഒരു സോയിൽ സൊല്യൂഷൻ എടുത്തു. സോയിൽ സൊല്യൂഷനിലെ H+ അയോൺ കോൺസെൻട്രേഷൻ 0.001 മോളാർ ആണ്, അല്ലെങ്കിൽ 1 × 10⁻³ മോളാർ ആണ് നമ്മൾ H+ അയോൺ കോൺസെൻട്രേഷൻ. അങ്ങനെയാണെങ്കിൽ ആ സോയിലിന്റെ pH എത്രയായിരിക്കും? ഇപ്പൊ സോയിൽ അസിഡിക് ആണോ? നേരത്തെ ഇതും ചോദിക്കുക, സോയിൽ അസിഡിക് ആണോ ആൽക്കലൈൻ ആണോ? അതുപോലെ തന്നെ pH എത്രയായിരിക്കാം? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പം ഈ ക്വസ്റ്റ്യനിൽ 0.001 മോളാർ ആണെങ്കിൽ ആ സോയിലിന്റെ pH എത്രയായിരിക്കും? ആരെങ്കിലും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യോ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? സപ്പോസ് ഇഫ് ദ H+ അയോൺ കോൺസെൻട്രേഷൻ ഈസ് 0.001 മോളാർ, വാട്ട് വുഡ് ബി ദ pH ഓഫ് സോയിൽ? സോയിലിന്റെ pH 3 ആയിരിക്കും. എന്തുകൊണ്ടാണ്? 0.001 മോളാർ എന്ന് പറയുമ്പോൾ 10⁻³ മൈനസ് ലോഗ് ഓഫ് 10⁻³ എന്ന് പറയുമ്പോൾ 3 ആണ് കേട്ടോ. അപ്പോൾ അത് സപ്പോസ് ഫോർ എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ pH 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് അസിഡിക്. ലെസ് ദാൻ 7 ആണ് നമ്മൾ അസിഡിക് ആയിട്ടും ഗ്രേറ്റർ ദാൻ 7 ആൽക്കലൈൻ കണ്ടീഷനുമാണ് പറയാം. പിന്നെ വരുന്നൊരു ടേമാണ് ബഫറിംഗ് കപ്പാസിറ്റി. ഇവിടെ ബഫറിംഗ് കപ്പാസിറ്റി വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു ടേം പോലെ തന്നെ ചോദിക്കാം. എന്താണ്? ദ റെസിസ്റ്റൻസ് ടു ചേഞ്ച് ഇൻ സോയിൽ pH. അതായത് നമ്മളിപ്പോൾ ഒരു സോയിലിൽ ഒരു സപ്പോസ് 4 ആണ് അതിന്റെ pH. 4 ആണ് pH എന്ന് പറഞ്ഞാൽ അത് അസിഡിക് കണ്ടീഷനാണ്. അപ്പം നമ്മൾ അവിടെ എന്ത് ചെയ്യും? ലൈം ഇടും അല്ലെങ്കിൽ കുമ്മായി ഇടും. കുമ്മായി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനെ കുറച്ച് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനിലാക്കാൻ പറ്റുള്ളൂ. കാരണം ഈ ഒരു കണ്ടീഷനിൽ സോയിലിൽ അതിനെന്താണ്, അത് ശരിക്കും ലിറ്ററലി അത് പ്രോബ്ലം സോയിലാണ്. അപ്പോൾ നമ്മൾ അവിടെ ലൈമിങ് ചെയ്യും. ലൈമിങ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ലൈം ഇടും. ആദ്യം കുറച്ച് ലൈം ഇടുന്ന സമയത്ത് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും സംഭവിക്കില്ല. പിന്നെ കുറച്ചും കൂടി ഇടുമ്പോഴും ആ ചേഞ്ച് വളരെ കുറവായിരിക്കും. പിന്നെയും കുറച്ചും ഡോസ് കൂട്ടി വരുമ്പോഴാണ് അവിടെ ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് അവിടെ സംഭവിക്കുക, അല്ലെങ്കിൽ ആ pHനൊരു ഡിഫറൻസ് കാണിക്കുക, സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് കാണിക്കുക ആദ്യം ഇടുന്ന ഡോസിനല്ല, കുറച്ച് ഡോസ് ഇങ്ങനെ കൂട്ടി വരുമ്പോഴാണ്. അപ്പൊ അതെന്തുകൊണ്ടാണ് ആ ഫസ്റ്റ് നമ്മൾ ഇടുന്ന ഒരു ഡോസിന് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും കാണിക്കാത്തത്? എത്ര അസിഡിക് കണ്ടീഷൻ ആണെങ്കിലും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു ചേഞ്ച് കാണിക്കണമല്ലോ. അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ pHന്റെ ചേഞ്ച്, ആ സഡൻ ആയിട്ടുള്ള pHന്റെ ചേഞ്ച് സോയിൽ റെസിസ്റ്റ് ചെയ്യുന്നതാണ്. സോയിലുള്ള H+ അയോൺസും Al3+ അയോൺസും, അതായത് പെട്ടെന്ന് റിയാക്ഷനിലേക്ക് വരാത്ത Al3+ അയോൺസ് ഉണ്ടാവും അഡ്സോർബ് ചെയ്തിരിക്കുന്നത്. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കൊളോയിഡ്സിലൊക്കെ കുറെ മെറ്റലും ആറ്റംസും അഡ്സോർബ് ചെയ്തിരിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഈ Al3+ ഒക്കെ എന്ത് ചെയ്യും? നമ്മൾ ഇടുന്ന ലൈമിനെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ആയിട്ട് Al3+ റിലീസ് ചെയ്യും. Al3+ സോയിലിലേക്ക് റിലീസ് ചെയ്യും. അപ്പൊ എന്താവും? സോയിൽ വീണ്ടും അസിഡിക് കണ്ടീഷനിലേക്ക് തന്നെ ആവും. അപ്പൊ ആ സഡൻ ആയിട്ട് ഉള്ള pH ഫ്ലക്ച്വേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സോയിലിന്റെ ഒരു മെക്കാനിസമാണ്, അല്ലെങ്കിൽ റെസിസ്റ്റന്റ് ടു ചേഞ്ച് ഇൻ സോയിൽ pH ആണ് ബഫറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അത് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ ആ ടേം വെച്ചിട്ട് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ യൂഷ്വലി ഹയസ്റ്റ് ബഫറിംഗ് കാണിക്കുന്ന pH എന്ന് പറയുന്നത് 4.5 to 6 pHലാണ്. പിന്നെ അതുപോലെ തന്നെ ഓർഗാനിക് മാറ്റർ കണ്ടന്റ് കൂടുമ്പോൾ, ക്ലേ കണ്ടന്റ് കൂടുമ്പോഴൊക്കെ സോയിലിന്റെ ബഫറിംഗ് കപ്പാസിറ്റിയും കൂടും. ഓക്കെ, നമുക്ക് ആസിഡ് സോയിലിലെ മേജർ സോഴ്സസ് ഏതൊക്കെയാണ്? സോഴ്സസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഒരു സോയിൽ ആസിഡായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്? ഒന്ന് നോർമലി അതിന്റെ പാരന്റ് മെറ്റീരിയൽ കാരണമായിരിക്കാം, അല്ലെങ്കിൽ സോയിൽ ഫോർമേഷന്റെ ടൈം തൊട്ടേ അത് ആസിഡിക് സോയിലായിരിക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഗ്രാനൈറ്റ് അല്ലെങ്കിൽ ഇഗ്നിയസ് റോക്സിൽ നമ്മൾ ആസിഡ് റോക്സും ബേസിക് റോക്സ് ഒക്കെ പഠിച്ചിട്ടില്ലേ, ന്യൂട്രൽ റോക്സ് ഒക്കെ. ഇപ്പോൾ ഒരു ആസിഡിക് ആയിട്ടുള്ള റോക്ക് ഗ്രാനൈറ്റ് ഫോർ എക്സാമ്പിൾ ആണ്. ഗ്രാനൈറ്റ്, അതുപോലെ തന്നെ റയോലൈറ്റ്,
ഒക്കെ ആണെങ്കിൽ അവിടുന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഗ്രാനൈറ്റിൽ നിന്നൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന സോയിലാണെങ്കിൽ അത് ആസിഡ് സോയിലായിരിക്കാം. ജനറലി അത് എന്താ പറയുക, അത് പെഡോജനസിസ് കാരണം ഉണ്ടാവുന്ന ആസിഡ് സോയിൽ. പിന്നെ എന്തുകൊണ്ടാണ്? പിന്നെ ക്ലൈമറ്റ് കാരണം. ക്ലൈമറ്റ് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കണ്ടീഷനിലൊക്കെ കേരളത്തിലെ സോയിൽസ് ഒക്കെ അധികം അസിഡിക് സോയിലാണ്. എന്തുകൊണ്ടാണ്? ഹൈ റെയിൻഫോൾ ആണ് ഇല്ലേ? ട്രോപ്പിക്കൽ കണ്ടീഷൻസിൽ ഹൈ റെയിൻഫോൾ. ഈ ഹൈ റെയിൻഫോൾ ആകുമ്പോൾ എന്താവും? ബേസിക് ആയിട്ടുള്ള കാറ്റയോൺസ് എല്ലാം ലീച്ച് ഔട്ട് ചെയ്തു. ബേസിക് ആയിട്ടുള്ള കാറ്റയോൺസ് ലീച്ച് ഔട്ട് ചെയ്ത് പോയിട്ട് അവിടെ അസിഡിക് കാറ്റയോൺസ് ആയിരിക്കും. H+ അയോൺസും Al3+ അയോൺസും ഒക്കെ ഇതെല്ലാം, അതായത് ഇതിലൊക്കെ കെമിസ്ട്രിയും ഫിസിക്സും എല്ലാം മിക്സ് ചെയ്ത് വരുന്നതാണ്. പെഡോളജി എല്ലാം കൂടി ഒരുമിച്ച് എഫക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഏതാണോ അവിടെ ഡൊമിനൻസ്, ഇതിനെല്ലാം ഒരു എന്താ പറയുക, ഒരു കെമിസ്ട്രി ഉണ്ടെന്ന് പറയില്ലേ, അതേപോലെ. അതായത് ഈ Al3+ ഒക്കെ എന്താണ്, സ്ട്രോങ് ആയിട്ട് അബ്സോർബ് ചെയ്യും. കാൽഷ്യത്തിനേക്കാളും മഗ്നീഷ്യത്തിനേക്കാളൊക്കെ സ്ട്രോങ് ആയിട്ട് അബ്സോർബ് ചെയ്യും. അപ്പൊ ബേസിക് കാറ്റയോൺസ് പെട്ടെന്ന് ലീച്ച് ഔട്ട് ചെയ്ത് പോകും. Al3+ H+ അയോൺസും കൂടുതൽ അബ്സോർബ് ചെയ്തിരിക്കും. അപ്പം ആസിഡ് സോയിൽ ഡെവലപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിലൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വേറൊരു കാര്യം കൂടിയുണ്ട്, ടോപ്പോഗ്രഫി. നമ്മളിപ്പോൾ കേരളത്തിൽ പഠിച്ച മലനാട്, ഇടനാട്, തീരപ്രദേശം അങ്ങനെയൊക്കെ ചെറുപ്പത്തിൽ മലയാളം മീഡിയം പഠിച്ചവരാണെങ്കിൽ അറിയായിരിക്കും. പിന്നെ അല്ലെങ്കിൽ എന്താ പറയുക, ഹില്ലി ഏരിയാസ് ആണ്, പ്ലെയിൻസ് ആണ്, മിഡ്ലാൻഡ്സ് ആണ് അല്ലേ. അപ്പോൾ എന്താണ്, ടോപ്പിൽ ഏറ്റവും മേലെത്തുന്ന മഴവെള്ളം ഒലിച്ച് താഴേക്ക് പോകുന്നു. അങ്ങനത്തെ ഒരു ടോപ്പോഗ്രഫിക് കണ്ടീഷൻ ആണല്ലോ. അപ്പോൾ എന്താണ്, ഈ നമ്മൾ പറഞ്ഞ പോലെ ഇതേ ഈ ബേസിക് കാറ്റയോൺസ് ലീച്ച് ഔട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് വീണ്ടും അവിടെ ഒരു ഫേവറബിൾ കണ്ടീഷൻ വരിക. അത് ബേസിക് കാറ്റയോൺസ് എല്ലാം ലീച്ച് ഔട്ട് ചെയ്ത് പോകുന്നു. ടോപ്പോഗ്രഫിക്കൽ കണ്ടീഷൻ മേലെയുള്ള ഇപ്പോൾ ഒരു സ്ലോപ്പി ഏരിയ ആണെങ്കിൽ ആ സ്ലോപ്പിന്റെ ഏറ്റവും മേലെ എന്താണ്, എല്ലാം നല്ല ലീച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ഏറ്റവും മേലെ അസിഡിക് കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഒരു കണ്ടീഷൻ. പിന്നെ വരുന്നത് എന്താണ്, പിന്നെ ഫെർട്ടിലൈസർ, ഹ്യൂമൻസ് കോസ് ചെയ്യുന്ന കാരണങ്ങളാണ് ഫെർട്ടിലൈസേഴ്സ്. നമ്മളിപ്പം ആസിഡ് ഫോമിംഗ് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ അമോണിയം സൾഫേറ്റ്, യൂറിയ, അങ്ങനത്തെ ഇതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ അസിഡിറ്റി ഡെവലപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ ആസിഡ് റെയിൻ ഉണ്ടാവുന്ന കണ്ടീഷൻസ്, ഇതൊക്കെയാണ് മേജർ സോഴ്സസ്. ഇപ്പോൾ ഒന്ന് പെഡോളജി കാരണം, പെഡോജനസിസ് വഴി ഉണ്ടാവുന്നതുണ്ട്. പിന്നെ ഒന്ന് ക്ലൈമറ്റ് കാരണം, പിന്നെ ടോപ്പോഗ്രഫി കാരണം, പിന്നെ നമ്മൾ ആന്ത്രോപ്പിക് റീസൺസ്, അങ്ങനെ പല റീസൺസ് കൊണ്ട് ആസിഡ് സോയിൽസ് ഡെവലപ്പ് ചെയ്യാം. പിന്നെ ഇതിൽ വരുന്ന ഒരു ഇതാണ് ടൈപ്സ് ഓഫ് ആസിഡ് സോയിൽ. ഫോർ എക്സാമ്പിൾ മേജർ ആയിട്ട് 3 ടൈപ്പാണുള്ളത്. ഒന്ന് ആക്റ്റീവ് അസിഡിറ്റി, എക്സ്ചേഞ്ചബിൾ അസിഡിറ്റി ആൻഡ് റിസർവ് അസിഡിറ്റി. ആക്റ്റീവ് അസിഡിറ്റി എന്ന് പറയുമ്പോൾ ഈ H+ അയോൺസും Al3+ അയോൺസും സോയിൽ സൊല്യൂഷനിലുള്ളതാണെങ്കിൽ ആക്റ്റീവ് അസിഡിറ്റി. ഫോർ എക്സാമ്പിൾ അത് കൊളോയിഡിന്റെ മേലെ അല്ലെങ്കിൽ സോയിലിന്റെ മേലെ മാട്രിക്സിലാണ് അഡ്സോർബ് ചെയ്ത കണ്ടീഷനിലാണെങ്കിൽ, അത് അഡ്സോർബ് ചെയ്തിരിക്കുകയാണെങ്കിൽ അത് എക്സ്ചേഞ്ചബിൾ അസിഡിറ്റി. അത് കൂടാതെ അതിന്റെ ഇന്റർ ലെയർ അല്ലെങ്കിൽ കൊളോയിഡിന്റെ ഉള്ളിൽ ഇന്റർ സ്പേസസിലൊക്കെ കയറി സ്ട്രോങ് ആയിട്ട് ബൗണ്ട് ചെയ്തിരിക്കുന്നതാണെങ്കിൽ അത് റിസർവ് അസിഡിറ്റി ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മൾ pH ഒക്കെ നോക്കുന്ന സമയത്ത് മേജറായിട്ട് നോക്കുക ആക്റ്റീവ് അസിഡിറ്റി, പിന്നെ അതുപോലെ പാർട്ട് ഓഫ് എക്സ്ചേഞ്ചബിൾ അസിഡിറ്റി മേജറാണ്. ഇപ്പോൾ സോയിൽ pH 7 ആണ് അല്ലെങ്കിൽ 6 ആണ്, 7 ആണ് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അതിലെ സോയിൽ സൊല്യൂഷനിലുള്ള H+ അയോൺസും Al3+ അയോൺസും മേ ബി എ പാർട്ട് ഓഫ് എക്സ്ചേഞ്ചബിൾ അസിഡിറ്റി ആണ്. അപ്പോൾ നമ്മൾ റിസർവ് അസിഡിറ്റിനെ പറ്റിയൊന്നും നമുക്ക് സോയിൽ pH നിന്ന് കിട്ടില്ല. ഓക്കെ. ഇപ്പോൾ റിസർവ് അസിഡിറ്റി എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. ഈ ആക്റ്റീവ് അസിഡിറ്റിയും എക്സ്ചേഞ്ചബിൾ അസിഡിറ്റിയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ റിസർവ് അസിഡിറ്റി ഭയങ്കര ഹൈ ആയിരിക്കും. പിന്നെ വരുന്നത് ആസിഡ് സോയിലിന്റെ മേജർ പ്രോബ്ലം എന്താണ്, ന്യൂട്രിയന്റ് അവൈലബിലിറ്റി ആണ്. ഓക്കെ. ഫസ്റ്റ് തന്നെ ഒന്ന് H+ അയോൺസും Al3+ അയോൺസും ടോക്സിക് ആയിരിക്കും. ടോക്സിക് കോൺസെൻട്രേഷൻ ഉണ്ടാവും, ഹൈ കോൺസെൻട്രേഷൻ ആയിരിക്കും. പിന്നെ വരുന്നത്, അതായത് Al3+ ഒക്കെ കൂടിക്കഴിഞ്ഞാൽ എന്താണ്, റൂട്ട് ഗ്രോത്തിനെ എഫക്ട് ചെയ്യും, ഫിസിയോളജിക്കൽ കണ്ടീഷനെ എഫക്ട് ചെയ്യും, അത് ഫിസിയോളജി എന്ന് പറഞ്ഞാൽ ലീവ്സും പ്ലാന്റ് ഗ്രോത്തിനൊക്കെ മൊത്തത്തിൽ എഫക്ട് ചെയ്യും, റൂട്ട് വിൽറ്റ് ചെയ്യും, പ്ലാന്റ്സ് വിൽറ്റ് ചെയ്യും, അങ്ങനത്തെ ഒരുപാട് അത് കാരണം ടോക്സിക് കണ്ടീഷൻ. പിന്നൊന്ന് വരുന്നത് Fe2+ഉം Mn2+ഉം ടോക്സിക്, ന്യൂട്രിയന്റ് അവൈലബിലിറ്റിനെ ബാധിക്കുന്നത്. അതായത് Fe2+ഉം Mn2+ഉം ഹൈ കോൺസെൻട്രേഷനിലായിരിക്കും. പിന്നെ വരുന്നതാണ് മേജർ ആയിട്ടുള്ള ഒരുപാട് ന്യൂട്രിയൻസ് ഡെഫിഷ്യന്റ് കണ്ടീഷനിലായിരിക്കും. ഫോർ എക്സാമ്പിൾ നൈട്രജനും സൾഫറും ഡെഫിഷ്യന്റ് ആയിരിക്കും. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നൈട്രജനും സൾഫർ എന്നൊക്കെ പറയുന്നത് കൂടുതലും ഓർഗാനിക് ഫോമിലാണ് സോയിൽ ഉണ്ടാവുക. അപ്പം ഇവരൊക്കെ മൈക്രോ ഓർഗാനിസം മേജർലി ബാക്ടീരിയ വഴിയാണ് അത് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്. ബാക്ടീരിയ വഴീസാണ്. അപ്പോൾ ബാക്ടീരിയ അസിഡിക് സോയിലിൽ കുറവായിരിക്കില്ല, അസിഡിക് കണ്ടീഷനിൽ ബാക്ടീരിയ കുറവായിരിക്കും. ഏറ്റവും കൂടുതൽ ഡൊമിനന്റ് ആയിട്ടുള്ള ഒരു മൈക്രോ ഓർഗാനിസം അസിഡിക് കണ്ടീഷനിൽ ഫംഗസ് ആണ് കേട്ടോ, ഫംജൈ. റിപ്പീറ്റഡ് ആയിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് കാണാറുള്ള ഒരു ഏരിയ ആണ്. ആൽക്കലൈൻ കണ്ടീഷനിലാണ് ബാക്ടീരിയയും അതുപോലെ തന്നെ ആക്ടിനോമൈസെറ്റും ഉണ്ടാവുക. അസിഡിക് കണ്ടീഷൻസിൽ ബാക്ടീരിയയുടെ കൗണ്ട് ഭയങ്കര കുറവായിരിക്കും.
അപ്പം ഈ അസിഡിക് കണ്ടീഷൻസിൽ ബാക്ടീരിയയുടെ കൗണ്ട് കുറവായതുകൊണ്ട് തന്നെ നൈട്രജൻ്റെയും സൾഫറിൻ്റെ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ അതിന് ഓർഗാനിക് ഫോമിൽ നിന്ന് നമുക്ക് പ്ലാന്റ് അവൈലബിൾ ഫോമിലേക്ക് ഇൻഓർഗാനിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല, മിനറലൈസേഷൻ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നൈട്രജനും സൾഫറും ഡെഫിഷ്യൻ്റ് ആയിരിക്കും. പിന്നെ ഏതാണ്, പിന്നെ ഫോസ്ഫറസ് എന്താണ്, ഈ അയേണും അലുമിനിയം ബൗണ്ട് ചെയ്തിട്ട് അയേൺ ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ അലുമിനിയം ഫോസ്ഫേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ സ്ട്രോങ്ലി ബൗണ്ട് ചെയ്യും. ബൗണ്ട് ചെയ്യുന്ന സമയത്ത് ഈ ഫോസ്ഫറസ് അൺഅവൈലബിൾ കണ്ടീഷനിലേക്ക് ആവും. പിന്നെ അതുപോലെ ബോറോണും സിങ്കും കോപ്പർ എല്ലാം ബോറോൺ അൺഅവൈലബിൾ കണ്ടീഷനിലായിരിക്കും. അതുപോലെ തന്നെ വേറൊന്ന് മോളിബ്ഡിനം. അത് മൈക്രോ ന്യൂട്രിയൻറ്റിൽ അസിഡിക് സോയിലിൽ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ബോറോണും അതുപോലെ തന്നെ മോളിബ്ഡിനുമാണ് മേജറായിട്ട് ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻ. അല്ലാതെ നമ്മുടെ അയേണും മാംഗനീസും കോപ്പറും സിങ്കും ഒക്കെ അസിഡിക് കണ്ടീഷൻസിൽ കൂടുതലാണ്, അബ്യൂണ്ടൻ്റ് ആണ്, അല്ലെങ്കിൽ സംടൈംസ് ഇവൻ ടോക്സിക് കോൺസെൻട്രേഷനിൽ വരെ ഉണ്ടാവും. പക്ഷേ മോളിബ്ഡിനും ബോറോണും ഡെഫിഷ്യൻ്റ് ആണ്. ഓക്കെ, ഇനി ഇങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്യുക, അതായത് ഈ ആസിഡ് സോയിലിനെ മാനേജ് ചെയ്യുക. അപ്പം മേജർലി നമുക്ക് 2 വഴിയാണുള്ളത്. ഒന്ന് ആസിഡ്സ് ടോളറൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് യൂസ് ചെയ്യുക, ആസിഡിക് കണ്ടീഷനിലും വളരുന്ന കുറച്ച് ക്രോപ്സ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ അതാണ് ചെയ്യുന്നത് അല്ലേ, ഒരു പരിധി കൂടുതലൊന്നും നമുക്ക് ഇതിൻ്റെ സ്വഭാവം മാറ്റാൻ പറ്റാത്തതുകൊണ്ട് കുറച്ചൊക്കെ ടോളറേറ്റ് ചെയ്യുന്ന ക്രോപ്സ്, അതായത് കോഫി, ടീ, റബ്ബർ, പ്ലാന്റേഷൻ ക്രോപ്സ് ഒക്കെ കുറച്ച് ടോളറേറ്റ് ചെയ്യും. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ റൈസ്, അതൊക്കെ നമുക്ക് പ്ലാന്റ് ചെയ്യാം. പിന്നെ വരുന്നത് നമുക്ക് എന്താണ്, സോയിലിൻ്റെ ഘടന മാറ്റാം, അല്ലെങ്കിൽ സോയിലിൻ്റെ അതിൻ്റെ ലൈം ആഡ് ചെയ്തിട്ട് അതിൻ്റെ പി എച്ച് കൂട്ടാം, അതിൻ്റെ പി എച്ചിൽ ചേഞ്ചസ് വരുത്താം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ ലൈമിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അതായത് പി എച്ച് കൂട്ടി അതിൻ്റെ Al3+ കോൺസെൻട്രേഷൻ കുറച്ച്, അല്ലെങ്കിൽ H+ അതിനോട് ടോക്സിസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എനി മെറ്റീരിയൽ വിച്ച് ഈസ് യൂസ്ഡ് ടു ബ്രിങ് എ ചേഞ്ച് ഇൻ സോയിൽ പി എച്ച്, അതിനാണ് നമ്മൾ ലൈമിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. യൂഷ്വലി നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ലൈമിംഗ് മെറ്റീരിയൽസ് ആണ് കാൽഷ്യം കാർബണേറ്റ്, കാൽഷ്യം ഓക്സൈഡ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, ഡോളോമൈറ്റ്, ബേസിക് സ്ലാഗ് ആൻഡ് മാഗ്നീഷ്യം കാർബണേറ്റ്. അതിൽ മേജറായിട്ട് പഠിക്കേണ്ട കാൽഷ്യം കാർബണേറ്റ്. അപ്പോൾ ഇത് എന്തിൻ്റെ ബേസിലാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് ന്യൂട്രലൈസിങ് വാല്യൂ അല്ലേ. ഇത് ഒരു 100 കിലോ കാൽഷ്യം കാർബണേറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ എത്ര ചേഞ്ചസ് വരുമോ അതിന് റെഫറൻസ് പോയിന്റ് ആക്കി വെച്ചിട്ട് മറ്റുള്ള ലൈമിംഗ് മെറ്റീരിയൽസിന്റെ വാല്യൂ കണക്കാക്കുന്നതാണ് ന്യൂട്രലൈസിങ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഈ വാല്യൂസ് ഒന്ന് ഓർത്ത് വെക്കുക, ചിലപ്പോൾ ക്വസ്റ്റ്യൻസിൽ കാണാറുള്ളതാണ്. അതായത് കാൽഷ്യം കാർബണേറ്റ് നമ്മൾ 100 ആയിട്ട് റെഫറൻസ് ലെവലിൽ എടുക്കുമ്പോൾ ബാക്കിയുള്ള കാൽഷ്യം ഓക്സൈഡ് ആണ് ഹയസ്റ്റ് 179, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് 136, ഡോളോമൈറ്റ് 108.7 അല്ലെങ്കിൽ 109, ബേസിക് സ്ലാഗ് 86. ഇതാണ് മേജർലി നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത്. ഓക്കെ, ഇതൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ വരുന്നൊരു ഇതാണ്, ഇതൊന്ന് ആർക്കെങ്കിലും ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ? ഒരു ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സോയിൽ വേർ സൾഫ്യൂരിക് ഹൊറിസോൺ പ്രസന്റ് ആണ്, ആൻഡ് പി എച്ച് ഈസ് ലെസ് ദാൻ 3.5 അല്ലെങ്കിൽ പി എച്ച് ലെസ് ദാൻ 3.5 to 4 ആയിട്ടുള്ള ഒരു പ്രോബ്ലം സോയിൽ. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് പ്രോബ്ലം സോയിൽ. അത് ഏത് ടൈപ്പ് സോയിലാണ്? ആരെങ്കിലും ഒന്ന് ആൻസർ ചെയ്യോ? എന്തായാലും എനിക്ക് അറിയുന്നതായിരിക്കും, ഷുവർ ആയിട്ട് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഹലോ, പി എച്ച് ലെസ് ദാൻ 3.5 അല്ലെങ്കിൽ പി എച്ച് ലെസ് ദാൻ 4 വരുന്ന സോയിൽ ഏതായിരിക്കും? സോയിലിന് നമ്മളൊരു ക്ലാസിഫൈ ചെയ്യാറുണ്ട് ജനറലി. അതും പ്രസൻസ് ഓഫ് സൾഫ്യൂരിക് ഹൊറിസോണിന്റെ ആസിഡ് സൾഫേറ്റ് സോയിൽ, ആസിഡ് സൾഫേറ്റ് സോയിൽസ് ആണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് സോൾട്ട് എഫക്റ്റഡ് സോയിൽ. എന്ന് പറയുന്നത് ഒരു ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ആണ്. അത് യൂഷ്വലി പി എച്ച് ഗ്രേറ്റർ ദാൻ 7 ഉള്ള സോയിലാണ് സോൾട്ട് എഫക്റ്റഡ് സോയിൽ എന്ന് പറയുന്നത്. അതിൽ തന്നെ മേജറായിട്ട് 3 ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഒന്ന് സലൈൻ, ഒന്ന് സോഡിക് ആൻഡ് സലൈൻ സോഡിക്. അപ്പം ഇതിൽ നമ്മൾ സലൈനും സോഡിക്കും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. അതിന് മേജറായിട്ട് വരുന്നതാണ് SAR. ഇത് മേജറായിട്ടുള്ളതാണ് SAR എക്സ്ചേഞ്ച്. SAR എന്ന് പറഞ്ഞാൽ സോഡിയം അബ്സർപ്ഷൻ റേഷ്യോ, എക്സ്ചേഞ്ചബിൾ സോഡിയം പെർസെൻറ്റേജ് ആൻഡ് pH. ഇത് 3 വെച്ചിട്ടാണ് മേജർ നമ്മൾ ക്ലാസിഫൈ ചെയ്യാറ്. ക്വസ്റ്റ്യൻസ് ഈസി ഓൾസോ. ഈ 4 വെച്ചിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിൽ കൊടുക്കും. ചിലപ്പം ഈ വാല്യൂസ് കൊടുത്തിട്ട് ഐഡന്റിഫൈ എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. സോയിൽ വിച്ച് ഈസ് ഹാവിങ് EC ഗ്രേറ്റർ ദാൻ 4 deci/m/meter, pH less than 8.5, എക്സ്ചേഞ്ചബിൾ സോഡിയം പെർസെൻറ്റേജ് ലെസ് ദാൻ 15, SAR ലെസ് ദാൻ 13 ഐഡന്റിഫൈ. എന്നിട്ട് ഈ 3 ഓപ്ഷനും അതിൻ്റെ കൊടുത്ത് വേണമെങ്കിൽ ഈ 4 ഓപ്ഷനും കൊടുത്തു കഴിഞ്ഞാൽ
ഐഡന്റിഫൈ എന്ന് പറയുമ്പോൾ സലൈൻ സോയിലിൽ ഈസി ഭയങ്കര കൂടുതലായിരിക്കും, അതായത് സോൾട്ട് കണ്ടന്റ് കൂടുതലായതുകൊണ്ടാണ്. ഇവിടെ ഈസി ലെസ് ദാൻ 4 ആണെങ്കിൽ അത് സോഡിക് സോയിൽ. പക്ഷെ pH 8.5 കൂടുതലായിരിക്കും. അതുപോലെ തന്നെ സോഡിയം, ഇത് രണ്ടും സോഡിയത്തിന്റെ ഒരു സോഡിയത്തിന്റെ പെർസെൻറ്റേജ് അല്ലെങ്കിൽ സോഡിയം കാരണം ഉണ്ടാവുന്ന ഒരു വാല്യൂസ്, സോഡിയം അബ്സോർപ്ഷൻ റേഷ്യോയും സോഡിയം പെർസെൻറ്റേജും ആണ്. സോഡിയത്തിന്റെ കണ്ടന്റ്, സോഡിയം ഡൊമിനേറ്റ് ആയിട്ട് നിൽക്കുന്നത് സോഡിക് സോയിലാണ്. സലൈൻ സോയിൽ എന്ന് പറഞ്ഞാൽ സോൾട്ടുകളാണ് കൂടുതലും, കാൽഷ്യം മഗ്നീഷ്യത്തിന്റെയും അതുപോലെ തന്നെ സോഡിയത്തിന്റെയും സൾഫേറ്റും ക്ലോറൈഡ്സും ആണ് സലൈൻ സോയിൽ ഉണ്ടാവുക. ക്ലോറൈഡ്സ് ആൻഡ് സൾഫേറ്റ്സ് ഓഫ് കാൽഷ്യം മഗ്നീഷ്യം ആൻഡ് സോഡിയം. ഇവിടേക്ക് വരുന്ന സമയത്ത് കാർബണേറ്റ്സ് ആൻഡ് ബൈകാർബണേറ്റ്, ഇവിടെ കണ്ടോ സൾഫേറ്റ്സും നൈട്രേറ്റ്സും ക്ലോറൈഡ്സും. ഇവിടേക്ക് വരുമ്പോൾ കാർബണേറ്റ്സും ബൈകാർബണേറ്റ്സും ആണ് സോഡിക് സോയിൽ ഉണ്ടാവുക. കാർബണേറ്റ്സും ബൈകാർബണേറ്റ്സ് ഓഫ് സോഡിയത്തിന്റെ. അതുകൊണ്ടാണ് ഈ SAR സോഡിയം അബ്സോർപ്ഷൻ റേഷ്യോയും എക്സ്ചേഞ്ചബിൾ സോഡിയം പെർസെൻറ്റേജും ഒക്കെ കൂടുതലായിട്ട് വരുന്നത്. ഡയറക്റ്റ് ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഫിസിക്കൽ കണ്ടീഷൻ ഫ്ലോക്കുലേറ്റഡും ഡിസ്പേഴ്സ്ഡും. സലൈൻ സോയിലിൽ സോഡിയം ഒരുപാടില്ല, കാൽഷ്യം മഗ്നീഷ്യം ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഫ്ലോക്കുലേറ്റഡ് കണ്ടീഷൻ. ഇവിടെ സോഡിയം കണ്ടന്റ് ഭയങ്കര കൂടുതലാണ് സോഡിക് സോയിലിൽ. അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും ഡിസ്പേഴ്സ്ഡ് കണ്ടീഷനിലായിരിക്കും അല്ലെങ്കിൽ ഡീഫ്ലോക്കുലേറ്റഡ് കണ്ടീഷനിലായിരിക്കും കൂടുതൽ. സംടൈംസ് ഒരു തേർഡ് ക്ലാസിഫിക്കേഷൻ സലൈൻ സോഡിക് ഉണ്ട്. അതായത് ഇവിടെ സോൾട്ടും ഉണ്ടാവും അതുപോലെ തന്നെ സോഡിയവും ഉണ്ടാവും. സോഡിയത്തിന്റെ കാർബണേറ്റ്സും ബൈകാർബണേറ്റ്സും എല്ലാം ഉണ്ടാവും. ഓക്കെ, ഇതൊരു നമ്മുടെ സലൈൻ സോയിലില് ഡെവലപ്പ് സലൈൻ സോയിലില് കണ്ടോ മേലെ ഫുള്ള്, അതായത് ഏത് കണ്ടീഷൻസിലാണ് സലൈൻ സോയിലിൽ ഏതൊക്കെയാണ്. ഇപ്പൊ നമ്മൾ അസിഡിക് സോയിലിന്റെ സോഴ്സസ് പറഞ്ഞല്ലോ, കാരണങ്ങൾ പറഞ്ഞല്ലോ, അതേപോലെ വരുന്ന സലൈൻ സോയിലിൽ വരുന്നതാണ് മേജർ ആയിട്ട് അരിഡ് ആൻഡ് സെമി അരിഡ് കണ്ടീഷൻസിൽ. അല്ല, അരിഡ് ആൻഡ് സെമി അരിഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ റെയിൻഫോൾ ഒക്കെ കുറവായിരിക്കും അവിടെ. റെയിൻഫോൾ നേരത്തെ കണ്ടീഷനിൽ ഹൈ റെയിൻഫോൾ ഉണ്ടാകുമ്പോൾ അസിഡ് സോയിൽ, അതേപോലെ തന്നെ ലോ റെയിൻഫോൾ ഉണ്ടാകുന്ന സമയത്ത് ആൽക്കലി സോയിൽ. കാരണം ഈ റെയിൻഫോൾ കുറവായിരിക്കുന്ന സമയത്ത് എന്താണ്, ഈ സോൾട്ട് ഒന്നും താഴേക്ക് ലീച്ച് ചെയ്തു പോകില്ല. ആസിഡ് സോയിൽ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാ സോൾട്ടും ലീച്ച് ചെയ്ത് പോകുന്നത് കൊണ്ട് അവിടെ ബേസിക് ആയിട്ടുള്ളതെല്ലാം ലീച്ച് ചെയ്ത് പോകുന്നത് കൊണ്ട് അവിടെ ആസിഡിക് കണ്ടീഷൻ. ഇവിടെ എന്താ, ഇവിടെ ഒന്നും ലീച്ച് ചെയ്ത് പോകില്ല, ഇവിടെ എല്ലാം സോൾട്ടുകളെല്ലാം അക്യുമുലേറ്റ് ചെയ്തിരിക്കും ടോപ്പിൽ. കൂടാതെ തന്നെ അരിഡ് കണ്ടീഷൻ എന്നൊക്കെ പറയുന്ന സമയത്ത് റെയിൻഫോൾ ഇല്ലെങ്കിൽ എന്നാൽ അത്രയും ചൂടായിരിക്കും. ചൂട് കാരണം ഇവോപ്പറേഷൻ സംഭവിക്കുമ്പോൾ താഴെ നിന്നുള്ള ഗ്രൗണ്ട് വാട്ടർ എന്നുള്ളതെല്ലാം ഇവാപ്പറേറ്റ് ചെയ്തു പോകും. അപ്പൊ അതിന്റെ കൂടെ കാപ്പിലറി റൈസ് ഉണ്ടാവും. കാപ്പിലറി റൈസിന്റെ കൂടെ കുറെ സോൾട്ട് എന്താവും, ടോപ്പിലെത്തും. അപ്പൊ അവിടെ ഒരു സോൾട്ട് അക്യുമുലേഷൻ വരും. ഈ സോൾട്ട് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക, ഈ സോൾട്ട് എല്ലാം കൂടി വരുന്ന സമയത്ത് ചിലപ്പോൾ സംടൈംസ് സോഡിയം കൂടുതലാണെങ്കിൽ ഡീഫ്ലോക്കുലേഷൻ സംഭവിക്കും. അതുപോലെ തന്നെ ഇൻഫിൽട്രേഷൻ എഫക്ട് ചെയ്യും. വാട്ടർ മര്യാദയ്ക്ക് ഇതാകൊണ്ട് വാട്ടർ ഇൻഫിൽട്രേഷൻ എഫക്ട് ചെയ്യും, റെസ്ട്രിക്ട് ചെയ്യും. പ്രോപ്പറായിട്ട് സോൾട്ട് ലീച്ചിങ് ഒന്നും നടക്കില്ല. അതുകൊണ്ടാണ് അവിടെ സലൈൻ കണ്ടീഷൻ, സോൾട്ട് എഫക്റ്റഡ് സോയിൽസ് ഉണ്ടാവാം. ഇതിന്റെ റെക്ലമേഷൻ എങ്ങനെയാണ്, പ്രോപ്പറായിട്ട് ഒന്നെങ്കിൽ ഇതൊരു ഫോർ എക്സാമ്പിൾ ആണ്, ഒന്ന് ലീച്ചിങ്, പ്രോപ്പറായിട്ട് ലീച്ചിങ് കൊടുക്കുക. ലീച്ച് ചെയ്ത് തന്നെ ലീച്ചിങ് കണ്ടീഷൻ, നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് മാക്സിമം വാട്ടർ താഴേക്ക് പോകുമ്പോൾ സോൾട്ട് അതിന്റെ കൂടെ താഴേക്ക് പോകുമ്പോൾ ഉണ്ടാവും. ഈ കണ്ടീഷനിൽ കണ്ടോ സോൾട്ട്, ഇവിടെ എല്ലാം സോൾട്ട് ഏറ്റവും മേലെ അക്യുമുലേറ്റ് ചെയ്ത് കിടക്കുക. ഇവിടെ സർഫസിൽ കുറവാണ്, കാരണം ഇത് റിക്ലെയിം ചെയ്ത ഒരു കണ്ടീഷനാണ് കാണിക്കുന്നത്. അതേപോലെ ഡ്രിപ്പ് ഇറിഗേഷൻ, അതായത് കുറച്ച് തുള്ളി. അപ്പൊ എന്താണ്, ഇവ ഒരു ഒറ്റയടിക്കുള്ള സഡൻ ആയിട്ടുള്ള ഇവാപ്പറേഷൻ കുറഞ്ഞു. മൾച്ചിങ് കൊടുക്കുമ്പോഴും ഇവാപ്പറേഷൻ കുറഞ്ഞു. അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് ഡ്രെയിനേജ് ഡ്രെയിനിങ് കൊടുക്കുമ്പോൾ വാട്ടർ താഴേക്ക് എത്തും. പിന്നെ അതുപോലെ ഇതിന്റെ വേറൊരു മെത്തേഡാണ് നമ്മൾ ലൈമിങ് മെറ്റീരിയൽ ആഡ് ചെയ്യുന്ന പോലെ ഇവിടെ എന്താണ് ജിപ്സം അല്ലെങ്കിൽ ജിപ്സം ആഡ് ചെയ്യാം. അതേപോലെ തന്നെ pHലെ ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് ഒന്ന് ജിപ്സം, ഡോളമൈറ്റ്, പിന്നെ അതുപോലെ തന്നെ സൾഫർ കണ്ടെയ്നിങ് അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ അയൺ സൾഫേറ്റ്, അങ്ങനെ സൾഫർ കണ്ടെയ്നിങ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി കുറച്ച് ഇൻഡീസസ് ആണ്. ഇൻഡീസസ് എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ ക്ലാസിഫിക്കേഷനിൽ കാണിച്ച പോലെ സോഡിയം അബ്സോർപ്ഷൻ റേഷ്യോ, എക്സ്ചേഞ്ചബിൾ സോഡിയം പെർസെൻറ്റേജ്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, pH, ഈ 4 ഇതിന്റെ ഇൻഡിക്കേഷൻ തന്നെയാണ്. അപ്പൊ അതെങ്ങനെയാണ് അതിന്റെ, ഇത് 2 കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ഫോർമുല ആയതുകൊണ്ടാണ് ഞാൻ എഴുതിയത്. സോഡിയം അബ്സോർപ്ഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ സോഡിയം അപ്പോൾ എത്ര കാൽഷ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു റൂട്ടാണ്. റൂട്ടിൽ ഇത് സോഡിയം, ഇത് റൂട്ട് വരാൻ കാരണം വെച്ചാൽ ഇതിന്റെ ഇക്വലൻസി ടേംസ് വെച്ചിട്ടാണ്. ഇത് കാൽഷ്യം 2+ ആണല്ലോ, അപ്പൊ റൂട്ട് ഓഫ് കാൽഷ്യം പ്ലസ് മാഗ്നീഷ്യം ഡിവൈഡഡ് ബൈ 2 അതാണ് സോഡിയം അബ്സോർപ്ഷൻ റേഷ്യോ. അതായത് കാൽഷ്യത്തിനെയും മാഗ്നീഷ്യത്തിനെയും കമ്പയർ ചെയ്തിട്ട് സോഡിയം എത്ര അബ്സോർബ് ചെയ്തിട്ടുണ്ട്, എത്ര അഡ്സോർബ് ചെയ്ത് കിടക്കുന്നുണ്ട്.
ഇവിടെ ടോട്ടൽ കാറ്റയോൺ എക്സ്ചേഞ്ച് കപ്പാസിറ്റി സോഡിയം അപ്പോൾ ടോട്ടൽ കാറ്റയോൺ എക്സ്ചേഞ്ച് കപ്പാസിറ്റി. കാറ്റയോൺ എക്സ്ചേഞ്ച് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ എല്ലാ കാറ്റയോൺസും പെടും. കാൽഷ്യം, മഗ്നീഷ്യം, സോഡിയം, പൊട്ടാസ്യം, ടോട്ടൽ കാറ്റയോൺസ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര സോഡിയം അബ്സോർബ് ചെയ്ത്, അതാണ് എക്സ്ചേഞ്ച് സോഡിയം പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു ടേമാണ് ഫ്രാക്ഷൻ ഓഫ് ഇറിഗേഷൻ വാട്ടർ ദാറ്റ് മസ്റ്റ് പെർക്കുലേറ്റ് ബിലോ ദ റൂട്ട് സോൺ ടു മെയിൻറ്റെയിൻ സലൈനിറ്റി അറ്റ് എ സ്പെസിഫൈഡ് ലെവൽ. ദിസ് ഇസ് ലൈക്ക് എ മാനേജ്മെന്റ് പ്രാക്ടീസ്. നമ്മൾ സോയിൽ സലൈനിറ്റി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞല്ലോ ലീച്ച് ചെയ്യുന്നു. വാട്ടർ ലീച്ച് ചെയ്യുന്നത് ഒരു മാനേജ്മെന്റ് പ്രാക്ടീസ് ആണല്ലോ. അപ്പം ഇതിനൊരു തിയററ്റിക്കൽ ബേസ്, നമുക്ക് എത്ര വെള്ളം വേണമെങ്കിലും ഒഴിക്കാമല്ലോ. 1 ബക്കറ്റ് ഒഴിക്കണോ, 10 ബക്കറ്റ് ഒഴിക്കണോ? അപ്പോൾ അത് ഓരോ സോയിൽ ടൈപ്പിനും സോയിൽ കണ്ടീഷൻസിലെ അവിടുത്തെ pH അനുസരിച്ചും ചേഞ്ച് ചെയ്യും അല്ലേ. അപ്പൊ എത്ര വെള്ളം ഒഴിക്കണം എന്നുള്ളത് നമ്മളിപ്പോൾ ഒരു തിയററ്റിക്കൽ ബേസിൽ സയന്റിഫിക് വേയിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാക്കിയ ഫ്രാക്ഷൻ ഓഫ് ഇറിഗേഷൻ വാട്ടർ എത്ര ദാറ്റ് മസ്റ്റ് പെർക്കുലേറ്റ് ത്രൂ റൂട്ട് സോൺ. ഇത്ര വാട്ടർ റൂട്ട് സോണിൽ കൂടെ പോയി കഴിഞ്ഞാൽ മാത്രമേ അവിടുത്തെ സലൈനിറ്റി അല്ലെങ്കിൽ സലൈൻ കണ്ടീഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ടേം ആരെങ്കിലും ഒന്ന് പറയോ? ആ ഫ്രാക്ഷൻ ഓഫ് ഇറിഗേഷൻ വാട്ടർ അതെന്താണ് ടേം? അതിനാണ് നമ്മൾ നേരത്തെ ലൈമിംഗ് റിക്വയർമെന്റ് പറഞ്ഞ പോലെ ഇവിടെ യൂസ് ചെയ്യുന്നതാണ് ലീച്ചിങ് റിക്വയർമെന്റ്. ഓക്കെ, ഇത് ലീച്ചിങ് റിക്വയർമെന്റ് ആണ്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്, അധികമൊന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. നിങ്ങൾ ആൻസർ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പറഞ്ഞോളൂ. സലൈൻ ആൻഡ് ആൽക്കലി സോയിൽസ് ആർ ഓൾസോ കോൾഡ് ആസ്. ഒന്നെങ്കിൽ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ ജസ്റ്റ് ആൻസർ ചെയ്യുക. സിമ്പിൾ ആയിട്ടുള്ളതാണ്. Saline and alkali soils are also called as halomorphic soil. ഹാലോ എന്ന് പറഞ്ഞാൽ സംതിങ് ഹാലൈൻ അല്ലെങ്കിൽ സോൾട്ടുമായിട്ട് ബന്ധപ്പെട്ടൊരു ടൈമാണല്ലോ ഹാലോമോർഫിക്. ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ സബ്മേർജ്ഡ് സോയിൽ അല്ലെങ്കിൽ ഫ്ലഡഡ് കണ്ടീഷൻസിലൊക്കെ. കാൽസിമോർഫിക് എന്ന് പറഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റിന്റെ അക്യുമുലേഷൻ ഉള്ളതാണ് കാൽസിമോർഫിക് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ഒരു ടേമാണ് ചെർണോസം സോയിൽസ് എന്ന് പറയുന്നത്. നമ്മുടെ റഷ്യയിലൊക്കെ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് സോയിലാണ്. ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ബ്ലാക്ക് സോയിൽ, റഗർ സോയിലിന്റെ ഒക്കെ ഗ്രാസ് ലാൻഡ് കണ്ടീഷൻസിൽ കാണുന്ന, ആക്ച്വലി റഷ്യയിലൊക്കെ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് സോയിലാണ് ചെർണോസം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ജിപ്സം ഈസ് യൂസ്ഡ് ഫോർ ദ റിക്ലമേഷൻ ഓഫ്. ആരെങ്കിലും ഒക്കെ ഒന്ന് ആൻസർ ചെയ്യൂ. ജിപ്സം ഈസ് യൂസ്ഡ് ഫോർ ദ റിക്ലമേഷൻ ഓഫ് ഓപ്ഷൻ എ ആണ് പറയുന്നത്. അപ്പൊ ലൈം ഈസ് യൂസ്ഡ് ഫോർ ദ റിക്ലമേഷൻ ഓഫ്. യെസ്, ജിപ്സം ഈസ് യൂസ്ഡ് ഫോർ ദ റിക്ലമേഷൻ ഓഫ് സോഡിക് സോയിൽ ആണ്, അല്ലെങ്കിൽ ആൽക്കലി സോയിലാണ് ജിപ്സം യൂസ് ചെയ്യുന്നത്. ആസിഡ് സോയിൽ യൂസ് ചെയ്യുന്നത് ലൈമാണ്. ലൈം അല്ലെങ്കിൽ കാൽഷ്യം കാർബണേറ്റ് ഇല്ലേ, കാൽഷ്യം കാർബണേറ്റ്, കാൽഷ്യം ഓക്സൈഡ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഒക്കെയാണ് നമ്മൾ ആസിഡ് സോയിൽ. എന്തുകൊണ്ടാണ് ജിപ്സം നമ്മൾ ആസിഡ് സോയിൽ യൂസ് ചെയ്യാത്തത്? ജിപ്സത്തിൽ കാൽഷ്യം സൾഫേറ്റ് ആണ് അല്ലെ, CaSO4 2H2 ആണ് ജിപ്സം വരുന്നത്. അപ്പൊ കാൽഷ്യം ഒരു പരിധിവരെ കാൽഷ്യം മെറ്റീരിയൽസ് ആണ്, കാൽഷ്യം കണ്ടെയ്നിങ് മെറ്റീരിയൽസ് ആണ് നമ്മൾ ലൈമിങ്ങിന് യൂസ് ചെയ്യുന്നത്, അത് കറക്റ്റ് ആണ്. പക്ഷെ ഈ സൾഫേറ്റ് വീണ്ടും എന്താവും, റിയാക്ട് ചെയ്തിട്ട് അവിടെ വീണ്ടും ആസിഡിക് കണ്ടീഷൻ, വീണ്ടും ആസിഡിറ്റി കൂട്ടാൻ സാധ്യതയുണ്ട്. H2SO4 ഓക്സിഡേഷൻ ഒക്കെ സംഭവിക്കുമ്പോൾ അവിടെ ആസിഡിറ്റി വീണ്ടും കൂടും. അതുകൊണ്ടാണ് ജിപ്സം നമ്മൾ ആസിഡ് സോയിലിൽ യൂസ് ചെയ്യാത്തത്. Next, neutralizing value of which of the following liming material is highest? Yes, calcium oxide ആണ് ഹയസ്റ്റ്. എത്രയാണ് വാല്യൂ, എത്രയാണെന്ന് അറിയോ? വാല്യൂ യെസ് 179 ആണ്. അതെ. തേർഡ് ഓപ്ഷൻ സി എന്താണ്? ഓപ്ഷൻ സി ഏത് മെറ്റീരിയലാണ്, ഏത് മെറ്റീരിയലിന്റെ ഫോർമുലയാണ്? വെരി ഗുഡ്, എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ടല്ലോ. ഓപ്ഷൻ സി ഏത് മെറ്റീരിയൽ ആണെന്നറിയോ? അതെ, ഡോളോമൈറ്റ് 109 ആണ്. അതുപോലെ കാൽഷ്യം കാർബണേറ്റ് നമ്മൾ ഏത് റെഫറൻസ് ആയിട്ടാണ് തന്നെ ലൈമിംഗ് മെറ്റീരിയലിന്റെ ലൈമിംഗ് ന്യൂട്രലൈസിങ് വാല്യൂ അല്ലെങ്കിൽ കാൽഷ്യം കാർബണേറ്റ് ഇക്വാലന്റ് എന്നൊക്കെ പറയുന്നത് കാൽഷ്യം കാർബണേറ്റിനെ CaCO3യുടെ വാല്യൂ 100 ആക്കി എടുത്തിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ്
Generally, pH of calcareous soil less than 8.5 ആണ് ആൻഡ് ഗ്രേറ്റർ ദാൻ 7 ആണ്. 7 to 8.5 ജനറലി നമ്മൾ കാൽക്കേരിയസ് സോയിൽസ് കൂടുതൽ കാണുന്നത്. നെക്സ്റ്റ് ആസിഡ് സൾഫേറ്റ് സോയിൽസ് ആർ ഫോംഡ് ഡ്യൂ ടു ഓക്സിഡേഷൻ ഓഫ് സൾഫൈഡ്. അതെ, വെരി ഗുഡ്, ഓപ്ഷൻ എ ആണ്. സൾഫൈഡ് ആയിട്ടുള്ള മിനറൽസ് ഒക്കെ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ അവിടെ എന്താവും, സൾഫ്യൂരിക് ആസിഡ് ഫോം ചെയ്യും. ഈ സൾഫ്യൂരിക് ആസിഡ് ചില സമയത്ത് എന്താണ്, അവിടെ അയേണും അലുമിനിയം പോലത്തെ അവരുടെ മിനറൽസ് പ്രസന്റ് ആണെങ്കിൽ ഈ സൾഫൈഡ് അയേൺ അലുമിനിയത്തിന്റെ കൂടെ റിയാക്ട് ചെയ്തിട്ട് അവിടെ ജാരോസൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ മിനറൽ ഉണ്ടാവും. അയേൺ അലുമിനിയം സൾഫേറ്റിന്റെ മിനറൽസ് ഒക്കെ ഫോം ചെയ്യും. ജാറോസൈറ്റിന്റെ പ്രസൻസ് ഇസ് എ റിഫ്ലക്ഷൻ ഓഫ് ആസിഡ് സൾഫേറ്റ് സോയിൽ. അതുപോലെ തന്നെ ഓക്സിഡേഷൻ ഓഫ് സൾഫൈഡ്, അത് സൾഫൈഡും അയേണും അലുമിനിയം എല്ലാം കൂടി ഉണ്ടാവുന്ന സമയത്ത്. അപ്പൊ മേജർലി എന്തായിരിക്കും റീസൺ? സലൈൻ വാട്ടർ ഇൻട്രൂഷൻ ഇസ് എ വൺ ഓഫ് പ്രൈമറി റീസൺസിൽ ഒന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സലൈൻ വാട്ടർ ഒക്കെ ഇൻട്രൂഷൻ ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് ആസിഡ് സൾഫേറ്റ് സോയിൽസ് കാണാം. അതാണ് കേരളത്തിലൊക്കെ കുട്ടനാട് ഏരിയാസിൽ, ലോ ലൈങ് ഏരിയാസിലൊക്കെ ആസിഡ് സൾഫേറ്റ് സോയിലാണ് കാണുന്നത്. നെക്സ്റ്റ്, മൈക്രോന്യൂട്രിയൻ വിച്ച് അവൈലബിലിറ്റി ഇസ് മോർ ഇൻ ആൽക്കലൈൻ കണ്ടീഷൻ. ആൽക്കലൈൻ കണ്ടീഷൻസിൽ നേരത്തെ നമ്മൾ പറഞ്ഞു മൈക്രോന്യൂട്രിയൻ്റെ അവൈലബിലിറ്റി ഓൾമോസ്റ്റ് അയൺ ആണെങ്കിലും മാംഗനീസ് ആണെങ്കിലും അതുപോലെ തന്നെ സിങ്ക്, കോപ്പർ എല്ലാം ഓൾമോസ്റ്റ് എല്ലാ മൈക്രോന്യൂട്രിയൻസും ആസിഡ് സോയിലിൽ അവൈലബിലിറ്റി കൂടുതലാണെന്ന്. പക്ഷെ രണ്ട് ന്യൂട്രിയൻ ആണ് ആസിഡിക് സോയിലിൽ കുറവെന്ന് പറഞ്ഞത്. അതേപോലെ നേരെ തിരിച്ച് ആൽക്കലൈൻ കണ്ടീഷൻസിൽ ഓൾമോസ്റ്റ് എല്ലാ മൈക്രോന്യൂട്രിയൻറ്റും കുറവാണ് എക്സെപ്റ്റ് വൺ. ഏതാണ്? മോളിബ്ഡിനം. അതെ, വെരി ഗുഡ്. മോളിബ്ഡിനത്തിന്റെ അവൈലബിലിറ്റി ആൽക്കലൈൻ കണ്ടീഷൻസിൽ കൂടുതലാണ്. അതുപോലെ ബോറോൺ ആസിഡ് സോക്ക് കണ്ടീഷൻസിലും കാൽക്കേരിയസ് കണ്ടീഷൻസിലും ബോറോണിന്റെ അവൈലബിലിറ്റി കുറവാണ് കേട്ടോ. അതായത് കാൽക്കേരിയസ് കണ്ടീഷൻസിലേക്ക് വരുമ്പോഴും ബോറോൺ അവൈലബിലിറ്റി കുറവാണ്. നെക്സ്റ്റ്, പ്ലാന്റ്സ് അബ്സോർബ് വിച്ച് ഫോം ഓഫ് ഫോസ്ഫേറ്റ് അയോൺ? ആരും ആൻസർ ചെയ്തിരുന്നു നേരത്തെ? അതെ, ഇതിന്റെ ആൻസർ ആണോ പറഞ്ഞ? പ്ലാന്റ്സ് അബ്സോർബ് വിച്ച് ഫോം ഓഫ് ഫോസ്ഫേറ്റ് അയോൺ? പ്ലാന്റ്സ് ഫോസ്ഫറസിന്റെ രണ്ട് ഫോം H2PO4- കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഗ്രാഫ് ഒക്കെ വെച്ചിട്ട് പറഞ്ഞിരുന്നു. H2PO4- അസിഡിക് കണ്ടീഷൻസിൽ, HPO4 2- ആൽക്കലൈൻ കണ്ടീഷൻസിൽ. ഇത് രണ്ടും അവൈലബിൾ ആവുന്ന ഒരു pH ആണ് 7.2. ഇതിൽ ഏറ്റവും കൂടുതൽ PO4 3- സംടൈംസ് ലൈക്ക് വെരി ഹൈ pHയിലൊക്കെയാണ് ഉണ്ടാവുക. ഇപ്പൊ നോർമലി നമ്മൾ പറയുക HPO4 2- H2PO4- ആണ്. Which of the following is a common problem in alkali soils? അത് ഇൻ കേസ് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കൺഫ്യൂസിങ് ആണെങ്കിൽ അതിൽ ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എന്നുള്ള കൺസെപ്റ്റ് നോക്കിയാൽ മതി. ഏറ്റവും കൂടുതൽ ഇതിന്റെ ആൻസർ ഫോസ്ഫറസ് ഫിക്സേഷൻ ആണ് കേട്ടോ. ഫോസ്ഫറസ് ഫിക്സേഷൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കോമൺ പ്രോബ്ലം ഇൻ ആൽക്കലൈൻ സോയിൽ? ഫോസ്ഫറസ് ഫിക്സേഷൻ. ഓക്കെ, അയൺ ആസിഡിക് സോയിൽ ആണെങ്കിലും സെയിം ഉണ്ട്. ആസിഡിക് സോയിലാണെങ്കിലും ഫോസ്ഫറസ് ഫിക്സേഷൻ സംഭവിക്കും. ആൽക്കലി സോയിലാണെങ്കിൽ കാൽഷ്യം മഗ്നീഷ്യം ആയിട്ടും കാൽഷ്യം ഫോസ്ഫേറ്റ് ആയിട്ട് ഫിക്സ് ചെയ്യും. അപ്പോൾ ആ ഫോസ്ഫറസ് അവൈലബിൾ ആവില്ല. കാൽഷ്യം ഫോസ്ഫേറ്റ് ആയിട്ട് അത് മിനറൽ ആയിട്ട് സെക്കൻഡറി മിനറൽസ് ആയിട്ട് അപ്പറ്റൈറ്റ് ആയിട്ടൊക്കെ ഭയങ്കര തീരെ അവൈലബിൾ അല്ലാത്ത രീതിയിലേക്ക് അത് മാറും. അതേപോലെ ആസിഡ് കണ്ടീഷൻസിലാണെങ്കിൽ അയൺ അലുമിനിയം ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസിലും ഫോസ്ഫറസ് അവൈലബിൾ അല്ല. അപ്പോൾ ഫോസ്ഫറസ് അവൈലബിൾ ആവുന്ന ഏത് കണ്ടീഷൻസിലാണ്? ന്യൂട്രൽ കണ്ടീഷൻസിൽ. ന്യൂട്രൽ സോയിൽസിലാണ് ഏറ്റവും കൂടുതൽ ഫോസ്ഫറസ് അവൈലബിൾ ആവുന്നത്. നെക്സ്റ്റ്, പ്രൈമറി കോസ് ഓഫ് FQHE ഡിസീസ്. ഒന്ന് ഇനി അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒരു വൈൽഡ് ഗസ്. എന്താ, എനിക്ക് ഓപ്ഷൻസ് കണ്ടിട്ട് ഏതാണ് തോന്നുന്നത്? എന്തായാലും ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വൈൽഡ് ഗസ് അടിക്കേണ്ടി വരുമല്ലോ. അപ്പൊ എല്ലാരും ഒന്ന് ആൻസർ ചെയ്യൂ. യെസ്, അതെ, ആരും വൈൽഡ് ഗസ് അല്ല, എല്ലാവർക്കും അറിയാലോ. അയൺ സൾഫേറ്റ് റിഡക്ഷൻ ഉണ്ട് അനൈറോബിക് കണ്ടീഷൻസ്. അനൈറോബിക് കണ്ടീഷൻസിൽ അയണും സൾഫേറ്റും റിഡക്ഷൻ സംഭവിക്കുമ്പോൾ എന്താണ്? H2S ഗ്യാസ് ഫോം ചെയ്യും. സൾഫേറ്റ് റെഡ്യൂസ് ചെയ്യുമ്പോൾ സൾഫൈഡ് ഫോം ചെയ്യും അല്ലെ?
സൾഫൈഡ് ഫോം ആയിട്ട് H2S ഗ്യാസ് ഫോം ചെയ്യും. അപ്പൊ അവിടെ ഒരു ഇഞ്ചുറി, റൂട്ട് ഇഞ്ചുറി ഒക്കെ ഉണ്ടാവും. അത് യൂഷ്വലി പാഡി അല്ലെങ്കിൽ റൈസ് ആണല്ലോ ഈ അനൈറോബിക് കണ്ടീഷൻസിൽ ഉണ്ടാവുക. വെള്ളം കൂടുതലുള്ള കണ്ടീഷൻസിലാകെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയ റൈസ് ആണ്. അപ്പൊ റൈസിന്റെ ഈ H2S കാരണം, ഈ ഹൈഡ്രജൻ സൾഫൈഡ് കാരണം റൈസിന്റെ റൂട്ടിനൊക്കെ ഇഞ്ചുറി പറ്റും. ടോക്സിസിറ്റി കാരണം. അതിനെയാണ് നമ്മൾ അക്യൂച്ച് ഡിസീസ് എന്ന് പറയുന്നത്.